ആയുസിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. രാമായണത്തെ വികലമായി ചിത്രീകരിച്ച പത്രത്തിനെതിരെ മഹിളാ ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. കർക്കിടക മാസം ഹൈന്ദവ ജനതയുടെ പുണ്യമാസമാണ്. ഈ പുണ്യമാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം അവസാനിക്കുന്നതുവരെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും രാമായണ മാസം ആചരിക്കുന്നതിന്റെ ഫലമായി രാമായണ പാരായണം നടക്കുന്നു. ഇത് കാലങ്ങളോളമായിട്ട് ഹൈന്ദവ ജനത ആചരിച്ചു പോരുന്നതുമായ ഒരു ആചാര അനുഷ്ഠാനമാണ്. ഈ കാലയളവിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും രാമായണത്തെ പ്രകീർത്തിച്ചുകൊണ്ടും രാമായണത്തിലെ കഥകൾ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടും പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ ഈ കർക്കിടക മാസം 1-ാം തീയതി മുതൽ ഒരു ദിനപത്രത്തിൽ പരമ്പര തുടങ്ങിയിരുന്നു. ഈ പരമ്പരയിലൂടെ ദിനപത്രത്തിൽ രാമായണത്തെ വികലപ്പെടുത്തിയും രാമായണ ഗ്രന്ഥത്തെ വികൃതമാക്കിയിട്ടുമുള്ള കഥാരൂപത്തിലുള്ളതുമായ പരമ്പരയാണ് തുടങ്ങിയത്. അതിനോടുകൂടി രാമായണ രചയിതാവായ വാൽമീകിയെയും മലയാളത്തിന്റെ എഴുത്തച്ഛനായ തുഞ്ചത്ത് ആചാര്യനെയും വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ദളിത് വിരോധിയാണ് എന്ന് പറയപ്പെടുകയും പത്രത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തതായാണ് പരാതി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളമൊട്ടാകെ രൂപപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഫലമായി മഹിളാ ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി വെങ്കടാചലപതി ക്ഷേത്ര മൈതാനിയിൽ ഓഗസ്റ്റ് 11 രാവിലെ 9:00 തുടങ്ങിയ രാമായണ സാമൂഹ്യ വായനയിൽ താലൂക്ക് അധ്യക്ഷ രമണി മോഹൻ അധ്യക്ഷയായി. രാമായണ മാസം നമ്മൾ എല്ലാവരും വളരെയേറെ ദിനമാസത്തിൽ നമ്മൾ കുടുംബങ്ങളെല്ലാം വിനയപ്പെടുത്തി നല്ല രീതിയിൽ ക്ഷേത്രങ്ങളും മഠങ്ങളും ആരാധനാലയങ്ങളും എല്ലായിടത്തും അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാമായണ മാസത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ഒരു സംഘടന, ഒരു തീവ്രവാദി സംഘടന നടത്തുന്ന ഒരു മുഖപത്രമായ മാധ്യമത്തിലൂടെ നമ്മളുടെ ഭഗവാൻ ജീവിച്ചിരുന്നില്ല, അങ്ങനെ ഒരു അവതാരമില്ല ഭൂമിയിൽ, ഇതെല്ലാം ഹിന്ദു രാഷ്ട്രം വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. രാമായണത്തിലെ രാമനെയും ഹനുമാനെയും തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യനെയും ഒക്കെ വികലമായ രീതിയിൽ നമ്മൾക്ക് മൈക്കിലൂടെ ഒരിടത്തും പറയാൻ പറ്റാത്ത ഭാഷകളിലൂടെയാണ് അത് വിവർത്തനം ചെയ്ത് അവർ ഒരു പരമ്പരയായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ്. വിഷയാവതരണം മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് നടത്തി. കൂടാതെ 15ഓളം വരുന്ന മഹിളാ ഐക്യവേദി പ്രവർത്തകർ രാമായണം സാമൂഹ്യ വായനയും നടത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.